ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ അടുത്ത എക്സാം നടക്കാൻ പോകുന്നത് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസാണ്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്തിരുന്നു. ഇന്ന പോർഷനിൽ ഏറ്റവും കൂടുതലായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ചിലപ്പോൾ ആ ഒരു പാറ്റേൺ മാറാമെന്നുള്ളത്. കാരണം കഴിഞ്ഞ 5th സെമസ്റ്റർ എക്സാം നടന്നപ്പോഴും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സോ എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മൊഡ്യൂളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എഴുതി വെക്കാൻ പാകത്തിന് ഓരോ മൊഡ്യൂൾ വൈസ് എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു ബേസിക് ന്യൂമറിക്കൽ സ്കിൽസ് മെത്തേഡ്സ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് എസ്സേസും അതേപോലെ പറഞ്ഞ എസ്സേസ് മെട്രിക്സിലും അതേപോലെ ക്വാർട്ടൈൽ ഡീവിയേഷനാണ് ചോദിച്ചത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചിട്ടില്ല. പിന്നെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് കൂടുതലായിട്ട് തിയറി പോർഷൻസൊക്കെ വന്നിട്ടുണ്ട്. സോ കുറച്ച് പോർഷൻസൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. ചോദിക്കാത്ത തരത്തിലുള്ള എസ്സേസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നടക്കുന്നത് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസാണ്. BBAക്കും ഉണ്ട്, BCOMനും ഉണ്ട്. പക്ക ഒരു തിയറി പേപ്പറാണ് ഇത്. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഒന്ന് ചോദിച്ചിട്ടുള്ളത് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്താണെന്നുള്ളതാണ്. സോ ഇറ്റ്സ് എ ജനറിക് ടേം ഫോർ ദി ക്ലാസസ് ഓഫ് ഇൻഫോർമേഷൻ ക്രിയേറ്റഡ് ടു ഡിസ്ക്രൈബ് ഇൻ ടെക്നിക്കൽ ലാംഗ്വേജ്. ടെക്നിക്കലി ഒരു ലാംഗ്വേജിൽ കുറച്ച് വിവരങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് എടുത്തു വയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് എന്ത് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലാസസ് ഓഫ് ഇൻഫോർമേഷൻ ക്രിയേറ്റഡ് ടു ഡിസ്ക്രൈബ് ഇൻ ടെക്നിക്കൽ ലാംഗ്വേജ് ദ യൂസ് ഫങ്ഷണാലിറ്റി ഓർ ആർക്കിടെക്ചർ ഓഫ് എ പ്രൊഡക്റ്റ് സിസ്റ്റം ഓർ സർവീസ്. അതൊരു പ്രൊഡക്ട്സിൻ്റെ ഫങ്ഷണാലിറ്റിയെ കുറിച്ചായിരിക്കാം, ഒരു പ്രൊഡക്റ്റിൻ്റെ ആർക്കിടെക്ചറിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ സിസ്റ്റം സർവീസ് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ടെക്നിക്കൽ ലാംഗ്വേജിൽ എടുത്തു വയ്ക്കാം. Then what is meant by professionalism? Professionalism means the conduct, aims, qualities that characterize or mark a profession or professional person. ഒരു പ്രൊഫഷണൽ പേഴ്സൺ അതിൻ്റെ എയിംസ്, ക്വാളിറ്റീസ്, കണ്ടക്റ്റ് അതൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഇത് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഷോസ് എ പേഴ്സൺസ് എബിലിറ്റി, കോമ്പിറ്റൻസ്, ബിഹേവിയർ ഇൻ എ പെർട്ടിക്കുലർ പ്രൊഫഷൻ. ഒരു പ്രത്യേക പ്രൊഫഷനിൽ ഒരാളുടെ കോമ്പിറ്റൻസി എത്രത്തോളം ഉണ്ട്, അയാളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അയാളുടെ എബിലിറ്റീസ് എത്രയാണെന്നൊക്കെ ഇത് മനസ്സിലാക്കാൻ പറ്റും. ദെൻ സ്റ്റേറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ജെൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മൾട്ടി ടാസ്കിങ്, മോർ അക്യുറേറ്റ്, ഭയങ്കര സ്പീഡാണെന്ന് എഴുതാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്റ്റോറേജ് സ്പേസ് കൂടുതലാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. ജസ്റ്റ് ആ പേര് ഇതേപോലെ എഴുതി വയ്ക്കുന്നതിന് പകരം ഒരു പോയിൻ്റ് എഴുതുക, അതിനൊരു സെൻറ്റൻസ് വിത്ത് എക്സ്പ്ലനേഷനോട് കൂടിയിട്ട് എഴുതുക. ദെൻ വാട്ട് ഈസ് കണ്ടൻറ് ഡെവലപ്മെൻറ്റ്? കണ്ടൻറ് ഓർ ഇലക്ട്രോണിക് കണ്ടൻറ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ്, ഇമേജ്, ഗ്രാഫിക്സ്, ആനിമേഷൻ, ഓഡിയോ, വീഡിയോ ഫോർ ദി പർപ്പസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഡേറ്റ സെറ്റ് ഉണ്ടാക്കുകയാണ് കണ്ടൻറ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കണ്ടൻറ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് വാട്ട് ഈസ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ് അല്ലെങ്കിൽ SNA എന്ന് ചോദിക്കാം കേട്ടോ. SNA എന്ന് പറഞ്ഞാൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ് ആണ്. വിച്ച് ഷോസ് ദ പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് പീപ്പിൾ ഇൻ ഗ്രൂപ്പ്സ്. ഒരു ഗ്രൂപ്പിൽ ഉള്ള ആളുകളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാറ്റേൺ ഉണ്ടല്ലോ, അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന ടൂളാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ വ്യക്തികൾ തമ്മിൽ ഇൻ്റർഡിപ്പെൻഡൻ്റ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത് വിവിധ സർവേസ്, മെയിൽസ്, ബ്ലോഗ്സ് ഇങ്ങനെയുള്ള ടൂൾസിലൂടെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആളുകൾക്കിടയിലുള്ള ബന്ധങ്ങൾ അതിനെ വെച്ചിട്ട് അത് എങ്ങനെ ഉപയോഗപ്പെടുത്താം, അത് കൊണ്ട് പുതിയ ഇൻഫോർമേഷൻ നമുക്ക് മൈൻഡ് ചെയ്തെടുക്കാൻ പറ്റുമോ, ഇതെല്ലാം സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസിൻ്റെ പാർട്ടാണ്. ദെൻ വാട്ട് ഈസ് ബിഗ് ഡാറ്റ അനാലിസിസ്? ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു examining big data to uncover information such as hidden pattern, correlation. വലിയൊരു ഡാറ്റ, മാസ് ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു,
അനലൈസ് ചെയ്യുന്നു. അതിൽ ഒളിഞ്ഞു കിടക്കുന്ന പാറ്റേൺസ്, ആ ഓരോ ഡാറ്റയിൽ ഉള്ള ചെറിയ ചെറിയ ഓരോ വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ എങ്ങനെയുണ്ട്, അതിൻ്റെ ട്രെൻഡ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് യു മെൻ ബൈ ഇൻഫോർമേഷൻ ഓവർലോഡ്? ഇൻഫോർമേഷൻ ഓവർലോഡ് ഈസ് ദ difficulty in understanding an issue and effectively making decisions when one has too much information. ഒത്തിരി ഇൻഫോർമേഷൻ, വിവരങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു കറക്റ്റായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ദാറ്റ്സ് കോൾഡ് ഇൻഫോർമേഷൻ ഓവർലോഡ്. സോ ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ബീങ് overwhelmed by the amount of data presented for one's attention or processing. ഒരാൾക്ക് ഒരു കൃത്യമായിട്ട് ആ ഒത്തിരി ഡാറ്റ അറ്റ് എ ടൈം വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് എന്താണ് നമുക്ക് ഒരു തീരുമാനം എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാവുകയാണെങ്കിൽ അതാണ് എന്ത് പറയുന്നത്, ഇൻഫോർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടു മച്ച് ഡാറ്റ ഫോർ എ ഗിവൺ ഡിസിഷൻ ബട്ട് ഓൾസോ ദ കോൺസ്റ്റന്റ് ഇനൻറ്റേഷൻ ഓഫ് ഡേറ്റ ഫ്രം മെനി സോഴ്സസ്. ഒരു ഡിസിഷൻ എടുക്കാൻ സമയത്ത് വിവിധ സോഴ്സസിൽ നിന്ന് ഒന്നിലധികം ഡാറ്റ വന്നിട്ട് അപ്പോഴും നമുക്ക് എന്തുണ്ടാവും, ഇതുപോലത്തുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. ഇതും എന്തുതന്നെയാണ്, ഇൻഫോർമേഷൻ ഓവർലോഡാണ്. Then what is digital divide? Digital divide is a gap between people who possess regular access to information technology and those who didn't have this access. അതായത് ഈ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കാര്യങ്ങളെക്കുറിച്ച് നല്ല ഐഡിയ ഉള്ള ഒരു ഗ്രൂപ്പും അതൊന്നുമില്ലാത്ത ഗ്രൂപ്പും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് ഡിജിറ്റൽ ഡിവൈഡ്. ദെൻ വാട്ട് ഈസ് സൈബർ എത്തിക്സ്? സൈബർ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ സെറ്റ് ഓഫ് മോറൽ റൂൾസ് ഓർ എ കോഡ് ഓഫ് ബിഹേവിയർ അപ്ലൈഡ് ടു ദ ഓൺലൈൻ എൻവിയോൺമെൻറ്റ്. ഒരു ഓൺലൈൻ എൻവിയോൺമെൻറ്റിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു എന്താ പറയുക, പെരുമാറ്റച്ചട്ടം എന്നൊക്കെ പറയത്തില്ലേ, അത്. ഇറ്റ് റിലേറ്റ്സ് ടു ദ ബെസ്റ്റ് പ്രാക്ടീസസ് ദാറ്റ് മസ്റ്റ് ബി അഡോപ്റ്റഡ് ബൈ എ യൂസർ വെൻ ഹി യൂസസ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. നമ്മൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ അന്നേരം നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കോഡ് ഓഫ് കോണ്ടക്റ്റിനെയാണ് എന്ത് പറയുന്നത്, സൈബർ എത്തിക്സ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഓൺലൈൻ അഡ്വർടൈസിങ്? ആഡ്സ് ദാറ്റ് അപ്പിയർ ഇൻ ഇമെയിൽസ്, വെബ്സൈറ്റ്സ്. അതിലൊക്കെ നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സുകളെ കുറിച്ചിട്ടും സർവീസസിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ബ്രൗസ് ചെയ്യുമ്പോൾ, ഗൂഗിളിലൊക്കെ ബ്രൗസ് ചെയ്യുമ്പോൾ സൈഡിലൊക്കെ വരുന്നില്ലേ, ദാറ്റ് ഈസ് കോൾഡ് ഓൺലൈൻ അഡ്വർടൈസിങ്. ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയും, ഇൻ്റർനെറ്റ് അഡ്വർടൈസിങ് എന്നൊക്കെ പറയും, വെബ് അഡ്വർടൈസിങ് ഒക്കെയുള്ള പേരുകൾ ഉണ്ട്. ദെൻ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻ്റലി റെസ്പോൺസിബിൾ യൂസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് റിലേറ്റഡ് സോഴ്സസ്. അത് കമ്പ്യൂട്ടറും അതിൻ്റെ റിലേറ്റഡ് സോഴ്സസും നമുക്ക് പരിസ്ഥിതിക്ക് അനുകൂലമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എനർജി എഫിഷ്യൻറ്റ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സെർവേഴ്സ് ആൻഡ് പെരിഫറൽസ് as well as reduced resource consumption and proper disposal of electronic വേസ്റ്റ്. എന്തൊക്കെ വരും? എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള CPU ഉപയോഗിക്കുക, സെർവേഴ്സ് ഉപയോഗിക്കുക, കമ്പ്യൂട്ടറിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇത് ഉപയോഗിക്കാം. കൂടാതെ പവർ കൺസംഷൻ കുറവായിരിക്കണം. ദെൻ ഇലക്ട്രോണിക് വേസ്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റണം. ദെൻ വാട്ട് ഇസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് പ്രൊമോട്ടിംഗ് എ ബ്രാൻഡ്, സർവീസ് ഓർ പ്രൊഡക്റ്റ് യൂസിങ് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഒരു പ്രോഡക്ട്സിനെ കുറിച്ചൊരു സർവീസിനെ കുറിച്ച് ഒരു ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ദെൻ who are digital natives? Digital natives, people who have grown up under the influence of internet and other modern ഇൻഫോർമേഷൻ ടെക്നോളജീസ്. അതായത് ഈ ഇൻ്റർനെറ്റിൻ്റെ കാലഘട്ടത്തിൽ ജനിച്ച് വളർന്ന് അതിലൂടെ നടന്നു പോകുന്ന ആൾക്കാരാണ് എന്ത്, ഡിജിറ്റൽ നാറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഈ ഒരു കാലഘട്ടമൊക്കെ എന്താണ്, ഡിജിറ്റൽ നാറ്റീവ്സ് ആണ്. ദെൻ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? എബിലിറ്റി ഓഫ് എ കമ്പ്യൂട്ടർ ഓർ റോബോട്ട് കൺട്രോൾഡ് ബൈ എ കമ്പ്യൂട്ടർ to do tasks that are usually done by humans by the simulation of human intelligence. അത് ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നു, ടാസ്കുകളൊക്കെ ചെയ്യുന്നത്. ഒരു കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ റോബോട്ടിന് വേറൊരു കമ്പ്യൂട്ടറാൽ കൺട്രോൾ ചെയ്യപ്പെടുകയാണ് അല്ലേ. കൺട്രോൾ ചെയ്യപ്പെട്ടിട്ട് അവരൊരു ഹ്യൂമൻ ചെയ്യുന്നത് പോലെ തന്നെ ആ ഹ്യൂമൻ ഇൻ്റലിജൻസ് എങ്ങനെയാണോ ഉപയോഗിക്കുന്ന ഓരോ സാഹചര്യത്തിൽ അതുപോലെ ചെയ്യുകയാണെങ്കിൽ അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന്
പറയുന്നത് അല്ലേ. നമുക്കറിയാം, അപ്പോൾ നെറ്റിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് റിലേറ്റഡ് തിങ്സ് ആർ കം ഇൻ ടു അവർ മൈൻഡ് അല്ലേ. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സോ മെനി തോട്ട്സ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലോട്ട് വരത്തില്ലേ. അപ്പോൾ അതേപോലെയാണ് ഇപ്പം നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ, യു ക്യാൻ ഗെറ്റ് എനോമസ് ലിങ്ക് റിലേറ്റഡ് ടു ദാറ്റ് എ പെർട്ടിക്കുലർ ടോപ്പിക് അല്ലേ. അപ്പോൾ അതേപോലത്തെ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയ ഒത്തിരി ഡേറ്റ നിങ്ങൾക്ക് കിട്ടും. സോ അതിൻ്റെ ബിഹൈൻഡ് ഉള്ള കാര്യമാണ് എന്ത് പറയുന്നത്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. കാരണം ദേ ഐഡൻറ്റിഫൈ യുവർ ഇൻട്രസ്റ്റ്, നമുക്ക് എന്താണ് നമ്മുടെ താല്പര്യം എന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇട്ടു തരുന്നു. ദെൻ വാട്ട് ഇസ് PPC അഡ്വർടൈസിങ്? PPC advertising, pay per click. It's an advertising, online advertising model in which advertisers pay each time a user clicks on one of their online ads. ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കത്തില്ലേ, അന്നേരം അഡ്വർടൈസേഴ്സ് എന്ത് ചെയ്തിരിക്കണം, ഓരോ ടൈമിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് പേ ചെയ്യുകയാണെങ്കിൽ, പേ ചെയ്യേണ്ടി വന്നാൽ PPC എന്ന് പറയും കേട്ടോ. ദെൻ അടുത്തത് നമുക്ക് അപ്പോൾ ഫസ്റ്റ് സെഷനാണ്. ഫസ്റ്റ് സെഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീലിംഗ് ആണ്. സീലിംഗ് മാക്സിമം സീലിംഗ് 25 ആണ്. 15 ക്വസ്റ്റ്യൻസ് ആർ ദർ. സോ 30 മാർക്ക്, 15 ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ട് 30 മാർക്ക് ഉണ്ട്. പക്ഷേ സീലിംഗ് എത്രയേ ഉള്ളൂ, 25 ഉള്ളൂ. അപ്പോൾ എത്ര എഴുതിയാലും 25 കിട്ടുള്ളൂ. അത് വിചാരിച്ച് 2 ക്വസ്റ്റ്യൻ കളയണ്ട. കാരണം ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആൻസർ കുറവാണ് മാർക്ക് കിട്ടിയെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള 2 കൂടി എഴുതണം കേട്ടോ. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് B സെക്ഷനാണ്. അത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഇസ് ഇ ഗവേണൻസ് ആൻഡ് സ്റ്റേറ്റ് ദ മേജർ ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ. എന്താ ഇ ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഗവേണൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗവേണൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ യൂസേജ് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബൈ ദ ഗവൺമെൻറ് ടു പ്രൊവൈഡ് ആൻഡ് ഫെസിലിറ്റേറ്റ് ഗവൺമെൻറ് സർവീസസ്, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഗവൺമെൻറ് സർവീസസ്, ഗവൺമെൻറ് ഒരുപാട് തരത്തിലുള്ള സേവനങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്, വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളെക്കുറിച്ച് നമ്മളുമായിട്ട് ആശയവിനിമയം ചെയ്യുന്നുണ്ട്. ഫോർ ദാറ്റ് പർപ്പസ് ഗവൺമെൻറ് യൂസ് ICT ടെക്നിക്സ്. MyGov അല്ലേ, മൈ ഗവൺമെൻറ്, ഡിജി ലോക്കർ, ഇ ഹോസ്പിറ്റൽ, ഓൺലൈൻ രജിസ്ട്രേഷൻ ഫ്രെയിംവർക്ക്, ദെൻ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ. നിങ്ങൾക്ക് കേട്ടിട്ടുള്ള എപ്പോഴും പരിചയമുള്ളതാണ് NSP എന്ന് പറയുന്നത്. മൊബൈൽ സേവ, ജീവൻ പ്രമാൺ, ഭൂമി പ്രൊജക്റ്റ്, ഇ കോഡ്സ്, ഇ ഡിസ്ട്രിക്ട്സ്, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്സ്, അങ്ങനെയുള്ള ഇൻകം സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നോക്കിയാൽ മതി. ഒക്കെ ഈ സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇതെല്ലാം എന്തിൻ്റെ ഇതിൽ വരുന്നതാണ്, ഈ ഗവേണൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. Then what are the merits of written communication over verbal communication? വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാളും റിട്ടൺ കമ്മ്യൂണിക്കേഷനുള്ള മെറിറ്റ്സ് എന്താണെന്ന്. ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് വാട്ട് ഇസ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, എന്താണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എഴുതുക. ദെൻ യു റൈറ്റ് അബൌട്ട് ദ മെറിറ്റ്സ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ദെൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെ എഴുതാൻ പറ്റും, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ എഴുതാൻ പറ്റും. എന്തൊക്കെ എഴുതാം, അതിന് കൃത്യമായിട്ട് റെക്കോർഡ്സ് ഉണ്ട്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് കെയർഫുള്ളി പ്ലാൻഡ് അല്ലേ, സംസാരിക്കുന്ന പോലെയല്ല. വെൻ യു റൈറ്റ് വി ജസ്റ്റ് തിങ്ക് എന്താണ് നമുക്ക് എഴുതേണ്ടത്, ഒന്ന് ആലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, എഴുതുന്നുള്ളൂ. സോ ഇറ്റ്സ് എ കെയർഫുള്ളി പ്ലാൻ വൺ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി റീപ്രൊഡ്യൂസ്ഡ് എക്സാക്ട്ലി. അത് നമുക്ക് വീണ്ടും ആവശ്യമുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എന്താണോ എഴുതിയത് അത് അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റും അല്ലേ. പക്ഷേ സംസാരിച്ചതാണെങ്കിലോ അത് ഇപ്പോൾ പറഞ്ഞ പോലെയല്ല, ചില കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചൊക്കെ മാറ്റം വരുത്തും. സോ അത് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഓറലാണെങ്കിൽ. ദെൻ അതോറിറ്റി ഈസ് ബെറ്റർ അസേർട്ടഡ് ഇൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് നല്ല രീതിയിൽ അതിൽ അതോറിറ്റീൻ്റെ കാര്യങ്ങളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് തന്നെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എഴുതാൻ പറ്റും. ദെൻ എക്സ്പ്ലെയിൻ ദ നോളജ് റിസോഴ്സസ് അവൈലബിൾ ഓൺ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഞാൻ പോയിന്റ് മാത്രം കൊടുത്തിട്ടുള്ളൂ. യു ഹാവ് ടു റൈറ്റ് സം എക്സ്പ്ലനേഷൻ അബൌട്ട് ഇറ്റ്. ഓക്കെ, ഈ ബുക്സ് എന്താണ്, ഈ ലേണിംഗ് വീഡിയോസ് എന്താണ്, ഈ ഓഡിയോസ്, ഈ ലേണിംഗ് വീഡിയോസ് ആൻഡ് ഓഡിയോസ് ഉണ്ട്. ദെൻ ഈ കണ്ടൻറ് ഉണ്ട്, ഓൺലൈൻ ലൈബ്രറീസ് ഉണ്ട്, ദെൻ ഡേറ്റാബേസസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്, ഇൻ്റർനെറ്റിലൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സർവീസസ് ആണ്. ഈ ബുക്സ്
അല്ലേ? ഈ ബുക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈബ്രറിയിൽ പോയാൽ ഹാർഡ് കോപ്പിയാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് പകരം സോഫ്റ്റായിട്ട് നമുക്ക് ബുക്സുകൾ റീഡ് ചെയ്യാൻ അല്ലേ, അതിനാണ് ഈ ബുക്സ് ഉപയോഗിക്കുന്നത്. നമുക്ക് സെഡ് ബുക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ദെൻ അതേപോലെ തന്നെ ഈ ലേണിംഗ് വീഡിയോസ് ഉണ്ട് അല്ലേ, ഇലക്ട്രോണിക് ലേണിംഗ് ഒരുപാട് തരത്തിലുള്ള സൈറ്റ്സിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ ഈ കണ്ടന്റ് ഉണ്ട്, ഓൺലൈൻ ലൈബ്രറീസ് ഉണ്ട് കോളേജുകളിൽ. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ ഓൺലൈൻ ലൈബ്രറി ഉണ്ട്, വിസിറ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക, വിവിധ മാഗസിൻസ്, ജേർണൽസ്, അതേപോലെ തന്നെ പലതരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെയും കമ്പനികളുടെ റിപ്പോർട്ട്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓൺലൈൻ ലൈബ്രറിയിലൂടെ കിട്ടും കേട്ടോ. ദെൻ അടുത്തത് റൈറ്റ് എ നോട്ട് ഓൺ മൂക്ക്. മൂക്ക് എന്ന് പറഞ്ഞാൽ എന്താ, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിൻ്റെ ഷോർട്ട് ഫോമാണ് എന്ത്, മൂക്ക് എന്ന് പറയുന്നത്. ലാർജ് സ്കെയിലിൽ ഇൻട്രാക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ്, ഓപ്പൺ ആക്സസ് വയ ദ വെബ് അല്ലേ. വെബ്സൈറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ആക്സസ് ആണ്, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ഇൻട്രാക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ്. അറ്റ് ദി സെയിം ടൈം ലേണറും ലിസണറും ലേൺ ചെയ്യുന്ന ആളും അതേപോലെ ടീച്ച് ചെയ്യുന്ന ആളും ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഓൺലൈൻ കോഴ്സാണെന്ത്, മൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദേ പ്രൊവൈഡ് വീഡിയോസ്, റീഡിങ്സ്, പ്രോബ്ലം സെറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരും. ദെൻ കൂടാതെ സ്റ്റുഡൻസ്, പ്രൊഫസേഴ്സ്, ടീച്ചിങ് അസിസ്റ്റൻസ് ഇവർക്കൊക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് പലതരം കോഴ്സുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് ഫ്രീ ഓഫ് രജിസ്ട്രേഷനാണ്. നമുക്ക് അതിൻ്റെ കരിക്കുലം കാര്യങ്ങളൊക്കെ അവർ തരും. പിന്നെ ഒരു കൃത്യമായ സമയം കഴിഞ്ഞാൽ അവർ എക്സാം നടത്തും. എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് തരും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മൂക്കിൻ്റെ ഇതിലുണ്ട്. ദെൻ ഫ്ലെക്സിബിളാണ്, നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നെ അതേപോലെ ഒരുപാട് ഈ ലേണിംഗ് റിസോഴ്സസ് നമുക്ക് കിട്ടും. പിന്നെ നേരിട്ട് പോയി പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ക്യാഷ് വരില്ല, അത്ര ക്യാഷ് വരില്ല ഈ ഓൺലൈൻ റീഡിങ്. പിന്നെ അപ് ടു ഡേറ്റ് ആയിരിക്കും അതിലെ കണ്ടൻറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതെല്ലാം മൂക്കിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ദെൻ എക്സ്പ്ലെയിൻ സൈബർ അഡിക്ഷൻ. സൈബർ അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എക്സസീവ് ഓർ കമ്പൽസീവ് യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് കമ്പ്യൂട്ടർ ലീഡിങ് ടു ഇമ്പയർമെൻറ്റ് ഓർ ഡിസ്ട്രസ് അല്ലേ. നമ്മൾ ഒരു പരിധീൻ്റെ അപ്പുറത്തേക്ക് സിസ്റ്റം അല്ലെങ്കിൽ മൊബൈൽസ് ഒക്കെ ഉപയോഗിക്കുന്നത് എന്താണ്, സൈബർ അഡിക്ഷൻ എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡി പെയിൻസ് ഉണ്ടാവും, ഇൻസോമാനിയ ഉറക്കം, അതേപോലെ വിഷൻ കണ്ണിൻ്റെ പ്രശ്നം ഉണ്ടാവും, വെയിറ്റ് ഗെയിനോ വെയിറ്റ് ലോസോ ഉണ്ടായിരിക്കും. ഒന്നല്ലെങ്കിൽ ഒത്തിരി പൊണ്ണത്തടിയന്മാരും അല്ലേ, തടിയുള്ളവരും തടിയില്ല, അല്ലെങ്കിൽ നന്നായിട്ട് മെലിഞ്ഞു പോവുക, അങ്ങനെയുള്ള ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. പിന്നെ കൂടാതെ ഡിപ്രഷൻ, ഡിസോണസ്റ്റി, ആൻസൈറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ ആരോടും മിണ്ടാതിരിക്കാൻ തോന്നുക, മൂഡ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ സൈബർ അഡിക്ഷനിൽ വരും. ദെൻ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻ്റലി റെസ്പോൺസിബിൾ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് റിലേറ്റഡ് റിസോഴ്സസ്. കമ്പ്യൂട്ടേഴ്സും അതിൻ്റെ റിലേറ്റഡ് റിസോഴ്സസ് നമ്മൾക്ക് ഒരു എന്താ പറയുക, പരിസ്ഥിതിക്ക് അനുകൂലമായ രീതിയിൽ അങ്ങ് ഉപയോഗിക്കുക. സോ അത് നേരത്തെ നമ്മൾ പറഞ്ഞ CPU, അതിൻ്റെ പെരിഫറൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, എനർജി സേവിങ്സ്, കോസ്റ്റ് സേവിങ്സ്, ബ്രാൻഡിങ്, പിന്നെ പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ളത്, വേസ്റ്റ് കുറയ്ക്കുക, ഇതൊക്കെ ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഷോർട്ടാക്കിയിട്ടാണ് പറയുന്നത്. ബട്ട് യു ഹാവ് ടു റൈറ്റ് ഇൻ പാരഗ്രാഫ്സ്, അങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ. ദെൻ എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ ലൈബ്രറീസ്. ഓൺലൈൻ ലൈബ്രറീൻ്റെ അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് വാട്ട് ഈസ് digital library or online library. It's a collection of digital objects such as books, magazine, audio recordings, video recordings and other documents that are accessible electronically. നമുക്ക് ഇലക്ട്രോണിക്കലി ആക്സസ് ചെയ്യാൻ പറ്റിയ വീഡിയോ റെക്കോർഡിങ്സ്, ഓഡിയോ റെക്കോർഡിംഗ്, മാഗസിൻ, ബുക്സ്, ഇതിനെല്ലാം നമുക്ക് എന്ത് പറയാം, ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറയാം. സോ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഓൺലൈൻ ലൈബ്രറീസ്? they include wide variety of contents. ഒത്തിരി ഡേറ്റ് അവിടെ ഉണ്ടായിരിക്കും. ദെൻ ഈസിലി അപ്ഡേഷൻ ഉണ്ടായിരിക്കും. ഓൺ ഡിമാൻഡ് ആണ്, നമുക്ക് എന്താണോ ആവശ്യമുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്ത്, നമുക്ക് അതിൻ്റെ ഓഥറിൻ്റെ പേരറിയെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൻ്റെ ടോപ്പിക്കാണ് നമ്മൾ അങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏത് രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്തും കണ്ടെത്താൻ പറ്റും. സിംപ്ലിഫൈഡ് സെർച്ചാണ്, പെട്ടെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപറ്റാം. ദെൻ 24/7 hours മീൻസ് എന്താണ് 24/7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം 7 days and 24 hours നമുക്ക് അവൈലബിൾ ആണ്.
ദ അൺലിമിറ്റഡ് ആക്സസ് ടു മൾട്ടിപ്പിൾ, അറ്റ് എ ടൈം നമുക്ക് പലതരം റിസോഴ്സസ് അത് നോക്കാൻ പറ്റും. ലൈബ്രറി മാനേജ്മെൻറ്റ്, ഓട്ടോമേഷൻ, റിയൽ ടൈം ഇൻട്രാക്ഷൻ, ഇതെല്ലാം നടക്കും. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ ബിസിനസ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടിങ് എ ബ്രാൻഡ് സർവീസ്, കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതി വയ്ക്കാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് കോസ്റ്റ് എഫക്റ്റീവാണ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. കൂടാതെ ബ്രാൻഡ് ലോയൽറ്റി വർദ്ധിപ്പിക്കും, ഡ്രൈവിംഗ് ഓൺലൈൻ സെയിൽസ് വർദ്ധിപ്പിക്കും, ഓഡിയൻസ്, നല്ല ഓഡിയൻസിന് നമുക്ക് കിട്ടും. ഡിജിറ്റൽ കോസ്റ്റ് എഫക്റ്റീവ് കാരണം ഒത്തിരി പേരിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒത്തിരി ടാർഗറ്റഡ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കോസ്റ്റ് എഫക്റ്റീവാണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ട്രാക്ക് ചെയ്യാൻ പറ്റും, പേഴ്സണലൈസേഷൻ ടെക്നിക്സുകളുണ്ട്. ദെൻ ബിൽഡിംഗ് ബ്രാൻഡ് ക്രെഡിബിലിറ്റി. ഇതാണ് രണ്ടാമത്തെ സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷനിൽ എഴുതുമ്പോൾ സീലിംഗ് ആണ്. സോ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ഇ ലേണിംഗ്, ഡിസ്കസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഫസ്റ്റ് ഇ ലേണിംഗ് എന്താണ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലെക്സിബിളാണ്, നമുക്ക് എല്ലാ സമയത്തും ആക്സസ് ചെയ്യാൻ പറ്റും, അഡാപ്റ്റേഷൻ ടു ലേണിംഗ് പ്രോസസ്സ്, ഇതൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള പോയിൻറ്റ്സുകളാണ്. ഈ പോയിൻറ്റ്സൊക്കെ തന്നെയാണ് ഇതിൽ എഴുതേണ്ടത്. ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല അല്ലേ, പിന്നെ ഇൻആക്സസിബിൾ, ചിലവർക്ക് ഇൻ്റർനെറ്റ് സൗകര്യമൊന്നും ഇല്ലെങ്കിൽ കിട്ടത്തില്ല. ദെൻ ഡിഫിക്കൽട്ടീസ് ഇൻ അസസ്മെൻറ്റ്. ഈ ലേണിങ്ങിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിലൊരു എക്സാം നടത്തുമ്പോൾ നമുക്കൊരു കുട്ടിയുടെ മാർക്കും ആ കുട്ടിയുടെ എന്താ പറയുക പ്രസൻറ്റേഷനൊക്കെ വെച്ചിട്ട് ആ കുട്ടിക്ക് മാർക്ക് ഇടാൻ പറ്റും. പക്ഷേ ഈ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിയലി കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഈ അസസ്മെൻറ്റ് ചെയ്യുന്നത് അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല. ദെൻ ഇങ്ങനെയുള്ള ഈ ലേണിംഗ് ഏറ്റവും നല്ലതാവുക തിയറി പേപ്പേഴ്സിനാണ്, അല്ലാതെ പ്രോബ്ലം പേപ്പേഴ്സിന് ഈ തിയറി അത്ര എഫക്റ്റീവ് ആവണം എന്നില്ല. ദെൻ മേ ബി ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കാം. ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കാരണം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടാതെ വരാം. ദെൻ സ്റ്റുഡൻറ്റിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുന്ന കാര്യമാണെങ്കിലും അതും ലിമിറ്റഡ് ഓപ്ഷൻസേ ഉള്ളൂ. ദെൻ സോഷ്യൽ ഐസൊലേഷൻ ഉണ്ടാവും, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് എപ്പോഴും ഒരു സിസ്റ്റം അതിൻ്റെ മുന്നിലോട്ട് അങ്ങനെ അങ്ങോട്ട് ഒതുങ്ങിപ്പോകുന്നുള്ളതാണ്. ദെൻ സെൽഫ് മോട്ടിവേഷൻ റിക്വയർ സെൽഫ് മോട്ടിവേഷൻ, സ്ട്രോങ് സെൽഫ് മോട്ടിവേഷൻ അല്ലേ. ക്ലാസ്സിലാണെങ്കിൽ എന്ത് ചെയ്യും, ടീച്ചേഴ്സ് ഇങ്ങനെ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കും, പഠിക്കാൻ വേണ്ടി പറയും അല്ലേ, പണിഷ്മെൻറ്റ് തരും എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. സോ നമ്മൾ എന്തെങ്കിലും ഒന്ന് പേടിച്ചിട്ടെങ്കിലും കുറച്ചൊക്കെ പഠിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ ആരെയും പേടിപ്പിക്കൊന്നുമില്ല, നിങ്ങൾ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. എനിക്ക് പഠിക്കണം, എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് ചിന്തിച്ചാൽ മാത്രമേ ഈ ലേണിംഗ് സക്സസ് ആവുള്ളൂ. Then next, explain the significance and merits of online advertising. First you have to write what is online advertising. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ദെൻ അതിൻ്റെ മെറിറ്റ്സുകളാണ്. ഓൺലൈൻ അഡ്വർടൈസിങ് പ്രൊമോഷനാണ്, പ്രൊഡക്ട്സ് ഇൻഫോർമേഷനൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, ബ്രാൻഡ് ലോയൽറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഡ്രൈവിങ് ഓൺലൈൻ സെയിൽസ്. ദെൻ അടുത്ത് ബെറ്റർ ഓഡിയൻസ് റീച്ചാണ്, കോസ്റ്റ് എഫക്റ്റീവാണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. Then what are the qualities and traits required for a good profession? ഒരു നല്ല പ്രൊഫഷണൽ വേണ്ട ട്രേഡ്സ് ആൻഡ് ക്വാളിറ്റീസ് ആണ്. ഫസ്റ്റ് നമ്മളൊരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെഷ്യലൈസ്ഡ് നോളജ്, സ്കില്ല്, എക്സ്പെർട്ടൈസ് ഒക്കെ വേണ്ട വ്യക്തികളെ നമുക്ക് ഇത് പറയാം. വേണ്ട കാര്യങ്ങൾ സ്പെഷ്യൽ ഇങ്ങനെ പോയിന്റ് മാത്രം എഴുതരുത്, ഇതൊക്കെ കുറച്ചും കൂടിയൊക്കെ വൈഡായിട്ട് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ വൈഡായിട്ട് കൊടുക്കണം, ഡീപ്പായിട്ട് കൊടുക്കണം, എന്നാലേ നമുക്ക് 10 മാർക്സ് ഇല്ലെങ്കിലും ഒരു 8 മാർക്സ്, മാക്സിമം 8, 9 വരെയൊക്കെ പോവും. അത്ര മാർക്സ് കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എഴുതണം. Then what is business data analysis and discuss the significance and merits of business data analysis. എന്താ ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഫോർ അനലൈസിങ് ഹിസ്റ്റോറിക്കൽ. ബിസിനസ്സിൽ ഒത്തിരി ഡാറ്റ ഉണ്ടാവും. എന്താ ഡാറ്റ എന്ന് പറഞ്ഞാൽ കുറേ വിവരങ്ങൾ, പക്ഷേ നമ്മളതിന് എന്ത് ചെയ്തിട്ടില്ല, പ്രോസസ്സൊന്നും ചെയ്യാത്ത റോ ഡാറ്റയാണെന്ന് പറയാം, ഡാറ്റ എന്ന് പറയാം. ബിസിനസ്സിൽ ഒത്തിരി വിവരങ്ങൾ ഉണ്ടായിരിക്കും. ഈ വിവരങ്ങളൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് അനാലിസിസ് ചെയ്ത് അതിന് ഒരു അർത്ഥം ഉണ്ടാക്കി കൊടുക്കുക. എന്തിനാ അർത്ഥം ഉണ്ടാക്കി കൊടുക്കുന്നത്, നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ പലതരം ഡാറ്റ മൈനിങ്, പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്, ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ റോ ഡാറ്റയെ ഇൻഫോർമേഷൻ ആക്കി മാറ്റുന്നത്. സോ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റ, ഹൗ എ യൂണിറ്റ് മേ റെസ്പോൺസ് ടു സെറ്റ് ഓഫ് വേരിയബിൾസ്. ഒരു പ്രത്യേക
വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വില ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അല്ലേ, അതിനൊക്കെ വേരിയബിൾസ് പറയാം. അപ്പോൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു ചില യൂണിറ്റുകൾ എന്ന് ഉള്ളത് പറയുകയാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആണ്. പ്രെഡിക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ട്, ഇപ്പോൾ തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് ഇപ്പോഴത്തെ സെയിൽസ് വെച്ചിട്ട് ഫ്യൂച്ചറിൽ ഇത്ര സെയിൽസ് ഉണ്ടാവും എന്ന് പറയില്ലേ, ഇപ്പോഴത്തെ എക്സ്പെൻസ് വെച്ചിട്ട് ഭാവിയിൽ ഇത്ര എക്സ്പെൻസ് ഉണ്ടാവും എന്ന് പറയില്ല, അതുപോലെ പ്രെഡിക്റ്റ് ചെയ്യുക. ദെൻ പ്രിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പിനേഷനാണ്, ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ബിഗ് ഡാറ്റ അനാലിസിസ്, എന്താണ്, റവന്യൂ ഇൻക്രീസ് ചെയ്യും, ദെൻ ഓപ്പറേഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, ദെൻ മാർക്കറ്റിംഗ് എഫേർട്സ്, അതിന് നല്ല റിവാർഡ്സ് നമുക്ക് കിട്ടുന്നില്ല, നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് നമുക്ക് നല്ല ഗുണം കിട്ടുന്നുള്ളതാണ്. കസ്റ്റമർ സർവീസ് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റും, റിസ്ക് കുറയ്ക്കാൻ പറ്റും, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കൂട്ടാൻ പറ്റും. ദെൻ മെറിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്, ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ, കസ്റ്റമേഴ്സിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഡാറ്റ വിഷ്വലൈസേഷൻ അല്ലേ, ടു ഓഫർ പ്രൊജക്ഷൻ ഫോർ ഫ്യൂച്ചർ ഔട്ട്കംസ്. അപ്പോൾ അതിൽ ഡാറ്റ വിഷ്വലൈസേഷൻ നടക്കുന്നതാണ്. അപ്പോൾ ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റയെക്കുറിച്ച് കറക്റ്റ് ഏകദേശം നല്ലൊരു ധാരണ വരികയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ഫ്യൂച്ചറിനെ കറക്റ്റായിട്ട് നമുക്ക് ഫ്യൂച്ചർ ഔട്ട്കംസിനെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഡിസിഷൻ മേക്കിംഗ്, ഫ്യൂച്ചറിലോട്ട് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പെർഫോമൻസ് എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മുടെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. നമുക്ക് അറിയാത്ത നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ട്രെൻഡുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മൂവ്മെൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് മനസ്സിലാക്കാൻ എന്ത് സഹായിക്കും, ബിസിനസ് ഡാറ്റ അനാലിസിസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. അത് പറയാൻ കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യും. സോ ചെയ്യാം. ഇതും ഇനി അടുത്തൊരു വീഡിയോ ഇടുന്നത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് ഇതിൽ പഠിക്കേണ്ടത്. നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഷോർട്ടാക്കി പഠിക്കുക, പക്ഷേ ലെങ്തി ആയിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് പെർഫോം ചെയ്യാം. തിയറി പേപ്പർ ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, എഴുതേണ്ടി വരും. കുറേയൊക്കെ ഒരു ജനറൽ ടച്ചുള്ള സബ്ജക്റ്റാണ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് എന്ന് പറയുന്നത്. സോ അത്ര വലിയ ബുദ്ധിമുട്ടില്ല, എന്നാൽ കുറച്ച് ടേംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇതൊന്നും ചിലപ്പം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് വരാം. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ. അത് നിങ്ങളാണ് എപ്പോഴും വിചാരിക്കേണ്ടത്. നിങ്ങൾക്ക് എഴുതണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ദിവസങ്ങളുണ്ട്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. ഒരു കാര്യം കൂടി പറയാൻ വിട്ടു, എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത്. നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ ഒപ്പീനിയൻസ്, എന്തും നമുക്ക് ആക്സെപ്റ്റബിൾ ആണ്. ബി ഫ്രാങ്ക്ലി, എല്ലാം നമുക്ക് കഴിയുന്ന സമയത്തിനനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ആൻസർ ചെയ്യാറുണ്ട്. നിങ്ങൾ ഇടുന്ന കമൻസിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, അതും പറയാം. ഓക്കെ, താങ്ക് യു.